പൊതുവെ ഈ ഹൊറർ ഫിലിംസ് നമുക്ക് കാണാൻ പേടിയുള്ളതാണല്ലോ. അപ്പൊ ഇതിൽ അഭിനയിച്ചതിന് ശേഷം ഈ ഹൊറർ ഫിലിംസ് ഒക്കെ വീണ്ടും കാണാനായിട്ട് പേടി മാറിയോ അതോ ഇന്നാണ് ഇപ്പോഴത്തെ സ്റ്റേജ്? പേടിയൊക്കെ നമുക്ക് പ്രായത്തിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോകുന്ന തോന്നും. ഇപ്പോഴേക്കും ഹൊറർ നല്ല പേടിയാണ്. ഇത് ഒരു കാര്യമുണ്ട്, ഈ സിനിമ ഒരു ഹൊറർ ഫിലിം, ഒരു സാധാരണ ഗതിയിലുള്ള ഒരു ഹൊറർ ഫിലിമായിട്ട് നിങ്ങൾ കാണാൻ മീഡിയയോടുള്ള റിക്വസ്റ്റ് ആണ്. എല്ലാവരും ഈ ഹൊറർ ഫിലിം എന്ന് പറയുന്നതിന് ടേം ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അത് നിങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് പറയുന്നത് ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ടിപ്പിക്കൽ എന്താ പറയുക, ഒരു കോൺചൂറിംഗ് പോലെയോ പഴയ ഈവിൽ ഡെഡ് പോലെയോ ഒക്കെ ഉള്ള ഒരു ഹൊറർ ഫിലിം അല്ല. ഇതൊരു ജംപ് സ്കെയർസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന, അങ്ങനെ തിയേറ്ററിൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നതിന് ഒരു കാരണമുണ്ട്. അതൊരു പുതിയ ജോണർ ആണ്. ആ ജോണറയിലുള്ള സിനിമകൾ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഹൊറർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. അത് തെറ്റാണ്. അപ്പൊ നമ്മൾ അതിൽ ട്രെയിൻ ആവേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ സിനിമകൾ കുറെ വേൾഡ് സിനിമയില് കുറെ സിനിമകൾ നമുക്ക് മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു എന്താ പറയുക തെറ്റായിട്ട് അതിനെ ഹൊറർ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഇതൊരു പുതിയ ജോണറാണ്. ആ ജോണറിൽ ഒരു ആദ്യത്തെ സംരംഭമായിട്ടാണ് ഈ സിനിമ വളരെക്കാൻ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ചെയ്യുന്ന കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു സമയം പോലെ അയ്യോഭാവം പിടിച്ച കഥാപാത്രങ്ങളായിരുന്നു. പിന്നെ വില്ലനിലോട്ട് പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു എമ്പുരാനിലുണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ വെട്ടുവാരൻ ചിത്രത്തിൽ വെട്ടുവാരൻ പോയിട്ടുണ്ടോ? സോഷ്യൽ മീഡിയ അതൊരു കോമഡി ഡ്രാമ. നേരത്തെ പറഞ്ഞ ഇതുവരെ മറ്റേ നന്മമരം കളിച്ചു, പിന്നീട് വില്ലൻ കളിച്ചു. ഇപ്പൊ നെക്സ്റ്റ് ഒരു ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ഡ്രാമയാണ്. അത് ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ്. ചേച്ചിയും ഞാനുമാണ് ഔട്ട് അതിനകത്ത് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. അത് മറ്റൊരു അവസരത്തിലായിരുന്നു സംസാരിക്കുന്നത്. ഇപ്പം ഒരു അഭിമുഖത്തിൽ കേട്ടത് മാർക്കോ പോലുള്ള വയലൻസ് ഉള്ള ചിത്രങ്ങൾ പോലും കാണാൻ പേടിയാണ്, കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇതേപോലത്തെ ഒരു ഹൊറർ ചിത്രം വരുന്ന സമയത്തും ഇപ്പൊ നമുക്ക് ഹൊറർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരാനോർമൽ എന്ന് പറയുമ്പോൾ തന്നെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഓടുമല്ലോ, കുറച്ചുകൂടെ വയലൻസ് ഉള്ള അങ്ങനത്തെ ഇതൊക്കെ. അത് മൈൻഡിലുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വരുമോ എന്നത് ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ പ്രൊമോഷൻ ഇന്റർവ്യൂവില് ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഞാൻ ഉത്തരം കൊടുത്തിട്ടുള്ളത്. ഒരു സിനിമയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ ഇറങ്ങുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകളെ പറ്റിയിട്ടോ മോശമായിട്ട് ഞാൻ അഭിപ്രായപ്പെടുത്തിയിട്ടില്ല. ഞാൻ അറിഞ്ഞത് ഒരു കാര്യവും വന്നത് വേറൊരു കാര്യമായിട്ടാണ്. അതിൽ വളരെ ദുഃഖമുണ്ട്. നേരെ ഈ ഉപദ്രവിക്കുന്നില്ല. നല്ല സിനിമകളൊക്കെ വന്ന് ജീവിതം ഒന്ന് സന്തോഷമായിട്ട് ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഞങ്ങൾ താഴെ ഇടണം. അല്ല, അതേപോലത്തെ ഞാൻ അഭിമുഖത്തിൽ കണ്ടപ്പോൾ മാർക്ക് പോലെ ഓവർ വയലൻസ് ഉള്ള ചിത്രങ്ങൾ കാണാനായിട്ട് പേടിയുണ്ടല്ലോ, താല്പര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ചിത്രം ഫസ്റ്റ് സ്റ്റോറി കേട്ടപ്പോൾ അങ്ങനത്തെ സീനുകൾ ഉണ്ടാവുമോ, വയലൻസ് ഉള്ള ഇതുണ്ടാവുമോ എന്ന് മൈൻഡിൽ കൂടിയേക്കോ? ഇല്ല, നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഉള്ളിൽ ഒരുപാട് ഇൻഹിബിഷൻസും പേടികളും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ അതേപോലെ എനിക്ക് പേഴ്സണലി പേടിയുണ്ട്. പക്ഷെ ആ സിനിമ ഞാൻ കാണില്ല എന്നതുകൊണ്ട് ഞാൻ പേടി എന്നല്ല ഞാൻ പറഞ്ഞത്. ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. പക്ഷെ മനസ്സിനെ ഒന്ന് പ്രാപ്തിപ്പെടുത്തിയിട്ട് ആ സിനിമ എനിക്ക് കാണണം, അത് എൻജോയ് ചെയ്യണം. ആ ക്രാഫ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയാം. അതേപോലെ ഈ സിനിമ ചെയ്യുമ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നതും ഓക്കെ. അപ്പം സ്വന്തമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുമ്പം പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഫുൾ ടൈം ഷൂട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പൊ ആരും ഒന്നും ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് എ ഫൺ ഷൂട്ട്. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഞങ്ങൾ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് അതൊരു അടിപൊളി ഷൂട്ടായിരുന്നു. പാരനോർമൽ
ഹൊറർ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ പറയാനുള്ള ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആരോ എന്തോ ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കണ്ട് പേടിക്കുകയോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഫീൽ ഉണ്ടായിരുന്നു? ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും ഫീൽ ഉണ്ടായില്ല, പക്ഷെ എനിക്ക് പേടി ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. റൂമിലേക്ക് പോയിട്ട് പിന്നെ തന്നെ ഉറങ്ങണം. പക്ഷെ ലക്കിലി രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തിട്ട് നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഡേ സമയത്ത് സൂര്യന് ഉദിച്ചിട്ടുണ്ട്, അപ്പൊ അത്ര പേടിണ്ടായില്ല. പക്ഷെ ശരിക്കും ഡേ സമയത്ത്, കാരണം അവിടെയും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലൊക്കെ കുറച്ച് സെക്യൂരിറ്റഡ് ആണ്, അടുത്ത ആരും ഇല്ല, വെക്കേജിലൊക്കെയാണ്. അപ്പോ ഒരിക്കൽ റൂമിൽ വന്നാൽ പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ല, എന്ത് കാരണം വെച്ചാൽ. അപ്പൊ എനിക്ക് ഫസ്റ്റ് പേടിണ്ടായി. പക്ഷെ ഷൂട്ടിൽ വി ഓൾ വർ ഹാവിങ് ലൈക്ക് എ വെരി ഗുഡ് ടൈം. ആൻഡ് ആ ഒരു റിലാക്സേഷൻ ആയ കാരണമാണ് നമ്മള് ഇമോഷൻസും സിറ്റുവേഷനും പടത്തിലെ ഷൂട്ടിന്റെ സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ആയതാണ് നമ്മുടെ ഇമോഷൻസ് കൂട്ടി. അങ്ങനെ പേടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അഭിനയിക്കണ്ടേ, പക്ഷെ ആ സിറ്റുവേഷൻ വന്നില്ല. സോ വി വർ ഓൾ വെരി കംഫർട്ടബിൾ വിത്ത് ഈച്ച് അതർ, വി വർ വെരി റിലാക്സ്ഡ്. വി ഹാവ് എ വെരി ഗുഡ് ഡയറക്ടർ, വളരെ ഈസി ഗോയിങ് ഡയറക്ടറാണ്. എനിക്ക് ചിത്ര കിട്ടില്ല, പക്ഷേ കുറച്ച് ചിത്ര കിട്ടിയിട്ടുണ്ട് ഞാൻ കേട്ടത്. സോ ഈ വീട് എവരിബഡി പ്രത്യേകിച്ച് കറുത്ത ഷർട്ട് വെക്കുന്ന ചെറുക്കാൻ. ബട്ട് വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല. രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വാസ് അബൌട്ട് ഒക്ടോബർ നവംബർ സമയം. കുട്ടിക്കാലത്ത് ഫോഗ് ഉണ്ടായി, ഒരു അങ്ങനെ ചെറിയൊരു മലയുടെ മുകളിൽ ഒരു ടണ്ണൽ നിൽക്കുന്ന ഒരു വീട്. അപ്പൊ എല്ലാവരും ടേക്ക് ചെയ്യുന്ന സമയത്ത് സൈലൻസ് ആകുമ്പോൾ നമുക്ക് തോന്നിക്കും പുറത്തുനിന്ന് ആരോ എന്തോ ശബ്ദം വരുന്നുണ്ട്. അങ്ങനത്തെ നമ്മുടെ മൈൻഡ് പ്ലേയിങ് ഗെയിംസ് ഓൺ അസ്. അതുകൂടാതെ വിൽ നോട്ട് ഹാവ് എനി സ്കേറി എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് ഞാൻ പറയാം. ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് വ്യക്തിപരമായിട്ട് എനിക്കൊരു കാര്യം. കാരണം ഇതിനകത്ത് കുറെ റിവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിനകത്ത് അധികം ആളുകൾ പറയുന്നത് ഇതിന്റെ എൻഡിങ് മനസ്സിലായില്ല, അല്ലെങ്കിൽ എൻഡിങ് വളരെ ആംബിഗ്വസ് ആണ്, ഓപ്പൺ എൻഡഡ് ആണെങ്കിലും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ എൻഡിങ് ഈസി ആയിട്ട് മനസ്സിലാവും. ഈ എൻഡിങ് മനസ്സിലാവണമെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് സീൻ ഒന്ന് ഓർത്തെടുത്താൽ മതി. ഫസ്റ്റ് ഫ്രെയിം ഓർത്തെടുത്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ എൻഡിങ് പിടികിട്ടും. അപ്പൊ അതുകൊണ്ട് ഇനി അത് മനസ്സിലാവാത്ത ആളുകൾ റിവ്യൂ, പക്ഷെ റിവ്യൂല് അത് ഒരു പോരായ്മയായിട്ട് പറയുന്ന അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആ സിനിമ ഒന്ന് പോയി കാണാം. ഇത് ജസ്റ്റ് ഒരു ജംപ് സ്കാരിന് വേണ്ടിയിട്ടോ എന്നെ പേടിപ്പിച്ചില്ല എന്നൊക്കെ കുറെ റിവ്യൂസ് ഉണ്ട്. ഇത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിനിമയല്ല, ഇത് കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന ഒരു സിനിമയാണ്. ഇതൊരു എന്താ പറയുന്നത്, ഒരു യൂഷ്വൽ കമേഴ്ഷ്യൽ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഒരു എന്റർടൈനർ ആയിട്ടുള്ള ഒരു സിനിമയല്ല, കുറച്ച് ശ്രദ്ധിച്ച് കാണുന്ന സിനിമയാണ്. കുറെ ഈസ്റ്റർ എഗ്സ് ഉണ്ട്, കുറെ ഇന്നർ ലെയേഴ്സ് ഉണ്ട്, എൻഡിങ്ങിനും ഒരു അർത്ഥമുണ്ട്. അപ്പോ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സിനിമയെ കാണുക എന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റ്. താങ്ക് യു.